ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പല്ലിൻ്റെ ഉള്ളിൽ മാംസം വളർന്നു പൊങ്ങി നിൽക്കുന്നത് എപ്പോഴെങ്കിലും കുട്ടികളുടെയോ മറ്റോ പല്ലിലുള്ളതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം. ഇനി ഇല്ല എങ്കിലും ഇത്തരത്തിലൊരു പല്ല് ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരിക്കലും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ക്രോണിക് ഹൈപ്പോപ്ലാസ്റ്റിക് പൾപ്പൈറ്റിസ് അല്ലെങ്കിൽ പൾപ്പ് പോളിപ്പ് എന്നാണ് ഈ കണ്ടീഷനെ വിളിക്കുന്ന പേര്. ഇത് അത്ര സാധാരണയല്ലാത്ത ഒരു വ്യത്യസ്ത രീതിയിലുള്ള പൾപ്പൽ ഇൻഫ്ലമേഷനാണ്. ഇനി പൾപ്പ് എന്താണെന്ന് പറയുകയാണെങ്കിൽ പല്ലിൻ്റെ ഘടനയിൽ പ്രധാനമായിട്ടും 3 പാളികളാണ് ഉള്ളത്. പുറമേ ഉള്ള ഇനാമൽ, അതിനുള്ളിൽ ഡെൻഡിൻ, സെൻറ്ററിൽ പൾപ്പ്. പൾപ്പാണ് പല്ലിന് ജീവൻ കൊടുക്കുന്ന ഭാഗം. കാരണം ഞരമ്പുകളും ബ്ലഡ് വെസൽസും എല്ലാം ഇവിടെയാണ് കാണുന്നത്. അപ്പോൾ ഈ പൾപ്പിനെ ബാധിക്കുന്ന ഇൻഫ്ലമേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, സാധാരണ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇൻഫെക്ഷ്യസ് ആയിട്ടിരിക്കുന്ന ഒരു ടിഷ്യൂ, ഇവിടെ പറയുമ്പോൾ പൾപ്പൽ ടിഷ്യൂ, അപ്പോൾ അത് പഴുക്കും, പിന്നീട് ചലം വരും, പിന്നീട് സ്വാഭാവികമായിട്ടും അത് നശിച്ചു പോകും. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പൾപ്പൽ ടിഷ്യൂ ധാരാളമായിട്ട് പ്രോലിഫറേറ്റ് ചെയ്യും, പെരുകും, ഓവർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും, അത് പല്ലിൽ നിന്നും പുറത്തേക്ക് തള്ളി വരാൻ തുടങ്ങും. ഇങ്ങനെ സംഭവിക്കുന്ന പല്ലുകൾക്ക് ഒന്നുകിൽ കേട് വന്ന് പൾപ്പൽ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ദീർഘകാലമായിട്ട് ചെറിയ രീതിയിലുള്ള വേദനയും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കാം. ഇതിനെ നമ്മൾ ക്രോണിക് ലീഷൻ എന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ മുൻപ് തീവ്രമായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ട് പിന്നീട് അതിൻ്റെ കാഠിന്യം കുറഞ്ഞതും ആകാം. അതായത് അക്യൂട്ട് കണ്ടീഷൻ. ഇനി ആരിലൊക്കെ ഇത്തരത്തിലുള്ളൊരു കണ്ടീഷൻ ഉണ്ടാകാം, ഇതിന് ഫേവർ ചെയ്യുന്ന സാഹചര്യങ്ങൾ, കാരണം, ചികിത്സ എല്ലാം ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇത് സാധാരണ കണ്ടുവരാറുള്ളത് ഒന്നുകിൽ കുട്ടികളുടെ പാൽപ്പല്ലുകളിലുള്ള അണപ്പല്ലിൽ, അല്ലാന്നുണ്ടെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പ്രായം കുറഞ്ഞവരിൽ അവരുടെ സ്ഥിരദന്തങ്ങളിലെ അണപ്പല്ലിലുമാണ് കൂടുതലായിട്ടും കണ്ടുവരാറുള്ളത്. ഇനി കുട്ടികളെയും പ്രായം കുറഞ്ഞവരെയും ഇത് ബാധിക്കാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. അവർക്ക് ടിഷ്യൂ റെസിസ്റ്റൻസ്, റിയാക്ടിവിറ്റി, ഇമ്മ്യൂൺ റെസ്പോൺസ് ഇതൊക്കെ കൂടുതലായിരിക്കും. കൂടാതെ അവരുടെ പല്ലുകളുടെ വേരുകളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഓപ്പണിങ് അടഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പല്ലുകളിലേക്കുള്ള രക്തോട്ടം കൂടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ കോശങ്ങൾക്ക് നാശം സംഭവിക്കുകയില്ല, മറിച്ച് കോശങ്ങൾ റെസ്പോണ്ട് ചെയ്യും, പ്രതികരിക്കും, പ്രോലിഫറേറ്റ് ചെയ്യും. ഈ പോളിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന് ഓവർ ഗ്രോത്ത് ഓഫ് ടിഷ്യൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത്തരം പല്ലുകളെ നമുക്ക് കാഴ്ചയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അതിനൊരു ലാർജ് ഓപ്പൺ കേരീസ് ലീഷൻ ഉണ്ടായിരിക്കും. കേടായ പല്ലിൻ്റെ മുകളിലായിട്ടൊരു വലിയ ക്യാവിറ്റി ഫോം ചെയ്തിട്ടുണ്ടാവും. അതിലൂടെയാണ് ഈ പൾപ്പൽ ടിഷ്യൂ പുറത്തേക്ക് വരുന്നത്. പിന്നെ ഫ്രാക്ചേർഡ് ആയിട്ടുള്ള ട്രോമയുള്ള കണ്ടീഷൻസിലൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ പുറത്തേക്ക് കാണുന്ന ടിഷ്യൂ പിങ്ക് റെഡ് കളറിലായിരിക്കും. ഒരു കോളിഫ്ലവർ പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന മാംസം ഈ ക്യാവിറ്റിയിൽ നിറഞ്ഞു നിൽക്കുകയോ അതിന് പുറത്തേക്ക് പൊങ്ങി നിൽക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ടിഷ്യൂ ഗ്രോത്തിൽ നെർവ്സ്, ഞരമ്പുകൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കാര്യമായ സെൻസിറ്റിവിറ്റി തോന്നാറില്ല. പിന്നെ പ്രധാനമായിട്ടും വേദന ഉണ്ടാകുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചവയ്ക്കുമ്പോഴും മറ്റുമുള്ള പ്രഷർ ചെല്ലുമ്പോഴാണ്. പിന്നെ ബ്ലീഡിങ് ഉണ്ടാകുന്നത് അതിൻ്റെ വാസ്കുലാരിറ്റിയെ ആശ്രയിച്ചിരിക്കും. ബ്ലഡ് വെസൽസ്, രക്തക്കുഴലുകൾ കൂടുതലുള്ളപ്പോൾ ബ്ലീഡിങ്, അൾസറേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി ഡാർക്ക് റെഡ് കളറിലായിരിക്കും ഇത് കാണപ്പെടുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് കൂടുതലും ഒരു പേടി തോന്നിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഇത് നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളിലും യങ്സ്റ്റേഴ്സിലും ഒക്കെയാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാരൻസ് ഇത് കാണുമ്പോഴേക്കും ടെൻസ്ഡ് ആവാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പേടിക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. ഡെന്റിസ്റ്റിനെ കണ്ട് ശരിയായ ചികിത്സ തേടുകയാണ് വേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കുക, പൾപ്പ് പോളിപ്പ് എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ അല്ല. ഇതിൻ്റെ ചികിത്സാ രീതി ഇത് ബാധിച്ചേക്കുന്നത് പാൽപ്പല്ലിനെയാണോ സ്ഥിരദന്തത്തെയാണോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി വ്യത്യസ്തമാവാറുണ്ട്. പിന്നെ എത്രത്തോളം പല്ലിൻ്റെ സ്ട്രക്ചർ അവശേഷിക്കുന്നുണ്ട്, എത്രത്തോളം ഇൻഫെക്ഷൻ ഉണ്ട്, വളരെ കുറച്ച് ടൂത്ത് സ്ട്രക്ചറേ ബാക്കിയുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് ഇൻഫെക്ഷൻസ് ആയിട്ടുണ്ട്, അത്തരം സാഹചര്യങ്ങളിൽ ചിലപ്പോൾ സ്ഥിരദന്തമാണെങ്കിൽ പോലും എടുത്തു കളയേണ്ടി വരാറുണ്ട്. അല്ലാത്ത പക്ഷം നമുക്ക് എൻഡോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്, അതായത് പൾപ്പോട്ടമി, RCT ഒക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ പൾപ്പ് പോളിപ്പ് ഉണ്ടാകുമ്പോൾ ഇത് വലിയൊരു കോംപ്ലിക്കേഷനാണ്, പല്ല് നഷ്ടപ്പെടുമോ എന്നൊന്നും ഓർത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പല്ല് നഷ്ടപ്പെട്ടു എന്നും കരുതി ചികിത്സ വൈകിപ്പിക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഡെന്റിസ്റ്റിനെ കണ്ട് ഉചിതമായ ചികിത്സാ മാർഗം തേടുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്